വാ 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 വാ. ഞാൻ ഇവിടെ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. ലിസ്റ്റ് ഒന്നും വേണ്ടാമേ. അതെന്താ ലിസ്റ്റ് വേണ്ടാത്തത്? ലിസ്റ്റ് ഇല്ലാതെ പോയിട്ട് ഒരു സാധനം എങ്ങാനും മറന്നു പോയെങ്കിൽ ഈ നട്ടപ്ര വെയിലത്ത് ഞാൻ നിന്നെ തിരിച്ചു വിടും. ശരി. മേടിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയട്ടെ. വൻപയർ മേടിക്കണം 1 കിലോയുടെ ഒരു പാക്കറ്റ്. ലൂസ് തരാമെന്ന് അവർ പറയും, അത് മേടിക്കണ്ട. ഒരു പാക്കറ്റിലായിട്ടുള്ളത് മേടിച്ചാൽ മതി. റവ 1 കിലോ, സാമ്പാർ പരിപ്പ് 1 കിലോ, തേയില കണ്ണന്തേവന്റെ തേയില ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി. തിരിച്ചു വരുന്ന വഴിക്ക് റൈറ്റ് സൈഡിലുള്ള പച്ചക്കറി കടയിൽ നിന്ന് 5 രൂപയുടെ മല്ലിയില അത് മേടിച്ചോണ്ട് ഓടി വാ. വേഗം പോയിട്ട് ഒത്തിരി വെയിലും ആവുന്നതിന് മുമ്പ് പോയിട്ട് ഒരു കാര്യം ചെയ്യും, വണ്ടി കൊണ്ട് എടുത്തോണ്ട് ചോദിച്ച് വേഗം വരാമല്ലോ. മേടിക്കാൻ പൈസ തരാമോ? സ്വന്തം വീട്ടിൽ സാധനം മേടിക്കാൻ പോകുന്നതിന് ആരെങ്കിലും കമ്മീഷൻ മേടിക്കുമോ? എനിക്കിപ്പോൾ അവനവൻ്റെ വീട്ടിൽ സാധനം മേടിക്കാനുള്ളതിന് എനിക്കിപ്പോൾ വേറൊരു പണിക്കാരെ വെച്ച് മേടിക്കാൻ ഒക്കുമോ? ഒരു കാര്യം ചെയ്യും, 5 രൂപ അതിനകത്ത് നിർത്തും. 5 രൂപ. ഞാൻ 2 രൂപ, നിന്റെയൊക്കെ സ്വഭാവത്തിന് 2 രൂപ തന്നെ ധാരാളമാണ്. 5 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു അത് മേടിച്ചു. 5 രൂപയ്ക്ക് ഇപ്പോൾ എന്തോ കിട്ടാം? 5 രൂപയുടെ ചിപ്സിന്റെ പാക്കറ്റ് കിട്ടുമല്ലോ, അതുപോലെ. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ കഴിക്കാനിരിക്കുക, അതൊന്നും വേണ്ട. പോട്ടെ, 5 രൂപയെങ്കിൽ 5 രൂപ പോയി മേടിച്ചോണ്ട് പോവാം. ഹെൽമെറ്റ് ഇടാൻ മറക്കരുത്. പിന്നെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ വക സാധനങ്ങൾ മേടിക്കാൻ പോയി 500 രൂപ തന്ന് അങ്ങോട്ട് വിട്ടിട്ട് 500 രൂപ പെറ്റി അടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അമ്മ ഞാൻ വന്നു. എന്തൊരു ചൂടാ പുറത്ത്. എത്ര പെട്ടെന്ന് വന്നോ നീ സാധനം മേടിച്ചോണ്ട്? നോക്കട്ടെ, ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കട്ടെ എന്തൊക്കെയാ മേടിച്ചേക്കുന്നതെന്ന് കാണാമല്ലോ. ഇതെന്താ ചനാദാല് ബേസാണോ? ബേസും മേടിക്കാൻ ആരെങ്കിലും പറഞ്ഞോടി? റവ വലിയ മേടിക്കാൻ പറഞ്ഞത് വേണ്ട. മഞ്ഞപ്പൊടി മേടിച്ചോണ്ട് വന്നേക്കുന്നത്. മഞ്ഞപ്പൊടി മേടിക്കാൻ ആരടി നിന്നോട് പറഞ്ഞത്? മഞ്ഞപ്പൊടി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. വേണ്ട, നീ ഈ ലിസ്റ്റ് നോക്കി. ഞാൻ നിനക്ക് കൊണ്ടുപോകാൻ എഴുതി വെച്ച ലിസ്റ്റ്. ഇത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് നീ കൊണ്ടുപോയോടി. എന്നിട്ട് അവിടെ തോന്നുമ്പോൾ എനിക്കറിയാം ഇത് ഇങ്ങനെ വരുമെന്ന് എനിക്കറിയാം. എന്നാ മഞ്ഞപ്പൊടി അവിടെ ഇരുന്ന് മടുത്തപ്പോൾ നിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഇറങ്ങി വന്നോ? അതോ ഡേറ്റ് കഴിയാറായപ്പോൾ അവർ നിന്റെ ഫ്രീക്ക് അങ്ങ് തന്നു വിട്ടാണ്. മഞ്ഞപ്പൊടി വല്ലതും കലക്കി കുടിക്കണോ ഇനി? സാമ്പാർ പരിപ്പ് മേടിച്ചു വിട്ടോ അതോ വൻപയറിന് പകരമാണോ ഇത് മേടിച്ചത്? എൻ്റെ സജി, ഇത് രാജ്മയാടി. എടി നിനക്കിത് കണ്ണ് തുറന്നൊന്ന് നോക്കടി. നിനക്ക് എന്തിനാ ഭഗവാൻ 2 കണ്ണ് തന്നേക്കുന്നത്? എൻ്റെ ദൈവമേ, വേണ്ട. വൻപയർ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോൾ രാജ്മ മേടിച്ചോണ്ട് വന്നേക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മേടിച്ചത് പോട്ടേന്ന് വെച്ചാൽ ഇവിടെ ആരും ഇത് കഴിക്കത്തില്ല. ഇത് ഗ്യാസാ. 10 രൂപയുടെ മല്ലിയില മേടിക്കോ? ആര് പറഞ്ഞു എന്നോട് 10 രൂപയ്ക്ക് മേടിക്കാൻ? 5 രൂപയ്ക്ക് മേടിക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? എൻ്റെ ദൈവമേ, വേണ്ട. എടി അവർ കളയാൻ വെച്ചിരുന്ന വല്ല ഡസ്റ്റ്ബിന്നിൽ നിന്നാണോ നീ മല്ലിയിലയും മാരി കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? എടി എന്ത് പാടി കുഞ്ഞെ, നിന്നെയൊക്കെ ഒരു സാധനം മേടിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അവിടെ കളയാൻ വെച്ചേക്കുന്നൊക്കെയാണോ എടുത്തോണ്ട് വരേണ്ടത്? എൻ്റെ ദൈവമേ, ഞാൻ ഇതിനെയൊക്കെ വെറുതെ വളർത്തുവാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുവാ ഇത്? ഇച്ചിരി വെയിലാണേലും ഉണ്ടല്ലോ, ഞാൻ തന്നെ പോകുന്നതാണ് നല്ലത്. അവിടെ ഉള്ള കളയാനുള്ള സാധനങ്ങൾ മുഴുവനും കൂടെ കെട്ടിവാരി കൊണ്ട് വന്നേക്കുവാ അവള്. ഒരു കാര്യം ചെയ്യും, പോകത്തില്ല വരത്തില്ല എന്നൊന്നും പറയണ്ട. ഇതേ മല്ലിയില അവിടെ ഉള്ളെങ്കിൽ മല്ലിയില വേണ്ടാന്ന് തന്നെ പറഞ്ഞേരം. പിന്നെ ലിസ്റ്റിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നുള്ളത്. ഇത് മാത്രം മേടിച്ചോണ്ട് പോവാ. ബാക്കി പൈസ വല്ലതും ഉണ്ടോ? വേഗം ഓടിപ്പോയി മേടിച്ചോണ്ട് അന്നേരം എന്തായിരുന്നു ഇവിടുന്ന്? എനിക്കറിയാം ലിസ്റ്റിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും?